ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്, കായംകുളത്താണുള്ളത്. ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരെ വന്നതാണ്. അപ്പോൾ ഞാൻ കരുതി എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നോർമലി നമ്മൾ അവിടെ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പോൾ നമ്മളിവിടെ അസോട്ട് ബേ കയറി വെട്ടാമെന്ന് വെച്ചു. ഇവിടെ പണിയൊക്കെ നടക്കുമായിട്ട് റോഡൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സലൂണിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്. വണ്ടി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നടക്കുവാണ്. അപ്പോൾ നമുക്ക് അസോട്ട് ബൈ ചെന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ മുടിയുടെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം. വലിയ ലെങ്ത് ഒന്നും ഇല്ല. എല്ലാവരും ചോദിക്കുന്ന എന്നോട് ഇതിൽ കൂടുതൽ എന്തോ അതിനകത്ത് വെട്ടാനുള്ളതെന്ന്. പക്ഷേ നമുക്ക് വെട്ടിയിട്ട് വരാം. ഞാൻ നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത് കാണിച്ചു തരാം. അവിടെയാണോ? അവിടെയാണോ? ഇവിടെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. എങ്ങനെയാ അങ്ങോട്ട് കയറിയത്? സലൂൺ അവിടെ കൺഫ്യൂഷനായി. കായംകുളത്തുള്ളവർക്ക് അറിയായിരിക്കും ഇത്. ഞാനെപ്പോൾ ഇവിടെ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടുന്ന് കയറട്ടെ. അപ്പോൾ ഇത്രയും ലെങ്ത്താണ് എൻ്റെ മുടിക്ക് ഇപ്പോൾ ഉള്ളത്. ഭയങ്കര അലമ്പായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ കരുതി കുറച്ചങ്ങ് വെട്ടിക്കളയാന്ന്. അപ്പോൾ ഇത്ര ലെങ്ത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ മുടിയുടെ കോലം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുടിയുടെ കോലം. അത് കഴിഞ്ഞിട്ട് അവർ ഹെയർ വാഷിനിരുത്തി. ഹെയർ വാഷ് നല്ല രസമുണ്ടായിരുന്നു. അറിയാമല്ലോ, എനിക്ക് മുടി വെട്ടാൻ തന്നെ ഞാൻ പാർലറിൽ പോകുമ്പോഴേ ഞാൻ ആ ഹെയർ വാഷ് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. തലയ്ക്ക് നല്ല സുഖമാണ്. നമ്മൾ കഴുകുന്ന പോലെ അല്ലല്ലോ, ആരെങ്കിലും ഇങ്ങനെ തലയൊക്കെ, എനിക്കാണെങ്കിലും തലയിൽ പിടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കെട്ടിയിട്ട് എന്നെ മുടി വെട്ടാനായിട്ട് ഇരുത്തി. അപ്പോഴേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്, എൻ്റെ മുടി ഇങ്ങനെ ഉണ്ടെന്ന് കാണാനായിട്ട്. കാരണം താഴെയൊക്കെ ഭയങ്കര അലമ്പായിട്ട്, താഴോട്ടൊക്കെ വരുമ്പോഴത്തെ ഭയങ്കര പൊട്ടി എൻ്റെ മുടിയുടെ അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മുടി വെട്ടുന്ന കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഗൈസ്. മുടി വെട്ടാനൊരു ആവേശമൊക്കെ കാണിച്ചാലും മുടി വെട്ടി മുടി താഴോട്ട് പോകുമ്പോൾ എനിക്ക് വിഷമമാവാറുണ്ട്. അത് പണ്ടോട്ടേ എനിക്ക് അങ്ങനെയാണ്. മുടി വെട്ടി താഴോട്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. എന്നാലും മുടി വെട്ടി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. പക്ഷെ അതുവരെ മുടി ഇങ്ങനെ പോകുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് മുടി വെട്ടാതിരിക്കാനും പറ്റത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഇപ്പം എൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞു. ഇത് നോർമൽ സ്ട്രെയിറ്റ് കട്ടാണ്. അല്ലാണ്ട് ഞാൻ വേറെ ഒരു രീതിയിലും അല്ല കട്ട് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു സെറ്റ് ചെയ്യേണ്ടാന്ന്. കാരണം എനിക്ക് നല്ല തലവേദന ഉള്ളതുകൊണ്ട് ആ സ്ട്രെയിറ്റ്നർ ഇട്ട് ഇങ്ങനെ മുടിയിലിട്ട് വലിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ചെയ്യണ്ടാന്ന്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ഫ്രണ്ട് ഭാഗം മാത്രം കുറച്ചെടുത്തൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വന്നു, അവർ ഭംഗി അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് വന്നു.
ഗായ്സ്, ദിസ് ഇസ് മൈ ന്യൂ ഹെയർ സ്റ്റൈൽ, ഹെയർ കട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി സെറ്റ് ചെയ്യിപ്പിച്ചില്ല, കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്തെങ്കിലും സെറ്റ് ചെയ്യിച്ചില്ല, ഞാൻ സെറ്റ് ചെയ്യിപ്പിച്ചില്ല, ജസ്റ്റ് വാഷ് ചെയ്ത് കട്ട് ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഇത്രയും ലെങ്ത്ത് മതിയായിരുന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തു. സെറ്റ് ചെയ്തില്ല, സെറ്റ് ചെയ്യാൻ എനിക്ക് തലവേദനയായിരുന്നു, അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്തില്ല. സോ നിങ്ങൾ നേരത്തെ ഹെയർ കട്ടാണോ ഇപ്പോഴത്തെ ഷോർട്ട് ഹെയർ ആണോ എനിക്ക് ചേരുന്നത് പറയണം. എല്ലാവരും എന്നോട് ഷോർട്ട് ഹെയർ ചേരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്. അതുമല്ല, എനിക്ക് എൻ്റെ ഹെയർ പോലും എനിക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇതാകുമ്പോൾ ജസ്റ്റ് കുഴപ്പമില്ലല്ലോ, കെട്ടിയില്ലെങ്കിലും അഡ്ജസ്റ്റബിളാണ്. സോ നമുക്ക് വീട്ടിലോട്ട് പോവാം. കുറച്ച് നേരത്തെ പണിയായിരുന്നു, തലയൊക്കെ കഴുകിയപ്പോൾ ഒരു സുഖം. സത്യം പറഞ്ഞാൽ 2 ദിവസത്തിന് ശേഷം തലയൊക്കെ കഴുകി. അപ്പോൾ ഗൈസ്, ഇങ്ങനെയുണ്ട്. ഇനി കുറച്ച് നേരം ഞാൻ ഇതിൻ്റെ ഷോ വെച്ച് പച്ചാളം പാസിലോട്ടിരിക്കുന്നു, ഉറങ്ങിയില്ലേ ഇടുന്നു ഗൈസ്. അപ്പം നമ്മൾ പോവുകയാണ് പാർലറിൽ, നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ സെറ്റ് ചെയ്യിക്കാന്ന് എന്താണെന്ന് വെച്ചാൽ എന്നാൽ എനിക്ക് തലവേദന എടുക്കുന്നു. അപ്പോൾ എനിക്കിനി ഇവിടെ നാട്ടിൽ നിന്ന് എറണാകുളത്തോട്ട് പോകണം തിരിച്ച്. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിനിലിരുന്ന് ഞാൻ ഉറങ്ങി, പിന്നെ വെറുതെ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുമല്ല, എനിക്കൊന്നും കൂടെ ചെന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചനച്ച് കുളിക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് അധികം ലോങ് ഹെയർ ആയിട്ട് വളരാറില്ല, ഒരു സമയത്തിന് ശേഷം പിന്നെ വളർന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഇതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം, വിശക്കുന്നു.